അനുഭവം ഗുരു എന്നാണല്ലോ ചൊല്ല്. നമ്മൾ ചെടികളിൽ വെക്കുന്നതിലൂടെ നേടിയെടുത്ത ചെറിയ അനുഭവങ്ങളാണല്ലോ നമ്മൾ ചാനലിൽ ഷെയർ ചെയ്യുന്നത്. ചെടികൾ വെക്കാൻ തുടങ്ങുമ്പോൾ 8ൻ്റെയോ 16ൻ്റെയോ പണി കിട്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് പോട്ടി മിക്സ്. എനിക്കങ്ങനെയായിരുന്നു കേട്ടോ. എപ്പോഴും പോട്ടി മിക്സ് ശരിയാവാത്തത് കൊണ്ട് ചെടികൾ കേടായി പോകുന്ന ഒരവസ്ഥ. മണ്ണ്, മണൽ, ചകിരിച്ചോറ്, അതാണല്ലോ പ്രധാനമായിട്ടുള്ള നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പണി നമുക്ക് തരുന്ന ആളാണ് ചകിരിച്ചോറ്. ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ടുള്ളൊരു അറിവൊന്നും നേടിയിരുന്നില്ല. എവിടെന്നെങ്കിലും കുറച്ച് ചകിരിച്ചോറ് വാങ്ങും, അത് ഇട്ട് കൊടുക്കും, ചെടി വയ്ക്കും, അത് ഉണങ്ങിപ്പോവും, വീണ്ടും വേറെ എന്തെങ്കിലും വാങ്ങിച്ച് വയ്ക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഒരു ഘട്ടം വരെ ചെടി നല്ല രീതിയിൽ വളർന്നു വന്നതിന് ശേഷം അതിന് വല്ല വേര് ചെയ്യലോ മഞ്ഞളിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂക്കൊഴിച്ചിൽ അങ്ങനെ പലതരം കേടുകൾ വന്നിട്ട് ചെടി നശിച്ചു പോവലാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ എനിക്ക് സംഭവിച്ചിരുന്നത്. അപ്പോഴാണ് ഞാൻ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചെറിയൊരു അറിവാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ചകിരിച്ചോറ് എന്ന് പറയുന്ന വസ്തുവിൽ 2-3 വില്ലന്മാരുണ്ട്. അതിൽ ഒരാളാണ് ലിഗ്നിൻ, രണ്ടാമത്തെ ആളാണ് ടാനിൻ. നമ്മുടെ ചകിരിക്ക് അതിൻ്റെ കട്ടി, അതായത് തിക്നെസ് കൊടുക്കുന്ന ആളാണ് ലിഗ്നിൻ. അതുകൊണ്ട് തന്നെ അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ള കമ്പോസ്റ്റിംഗ് മെത്തേഡിൽ അതിനെ വിഘടിപ്പിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. ചകിരിച്ചോറ് നമ്മുടെ പോട്ടി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ഈ ലിഗ്നിൻ എന്ന വസ്തുവിൻ്റെ ഹാർഡ്നെസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് ദഹിക്കാതെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. ദഹിക്കാതെ കിടക്കുന്ന എന്തും നമുക്ക് ദഹനക്കേട് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് പോട്ടി മിക്സിൽ ഉയർന്നു വന്നേക്കാം. അടുത്ത ആളാണ് ടാനിൻ. നമ്മൾ കരിക്ക് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കറ ചില സമയങ്ങളിൽ അനുഭവപ്പെടാറുണ്ട്. അത് ടാനിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഈ കറയും ചില സമയങ്ങളിൽ വേര് ചെയ്യൽ, മഞ്ഞളിപ്പ്, അതുമൂലമുള്ള ചെടികളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുക അല്ലെങ്കിൽ ചെടി നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ചകിരിയോ ചകിരിച്ചോറോ അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇത്തരം ബ്ലോക്കുകളോ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പോട്ടി മിക്സിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാം. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ചകിരി ഉപയോഗിക്കുമ്പോൾ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. പറഞ്ഞവയുടെ കോംപ്ലക്സിറ്റി കൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള കമ്പോസ്റ്റിങ് ഇതിൽ സാധ്യമല്ലല്ലോ. പിത്ത് പ്ലസ് ഉപയോഗിച്ചിട്ടാണ് ചകിരിയും ചകിരിച്ചോറും ഒക്കെ കമ്പോസ്റ്റ് ചെയ്തതാക്കി മാറ്റുന്നത്. അത് സാധാരണക്കാർക്ക് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. എന്നാൽ അതിനും പരിഹാരമുണ്ട്. നമ്മുടെ കൊയർ ബോർഡിൻ്റെ കീഴിലും കൊയർ ഫെഡിൻ്റെ കീഴിലും കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് അവരിറക്കുന്നുണ്ട്. അതായത് സീപ്പോം എന്നുള്ള പേരിൽ കൊയർ ബോർഡും കൊക്കോഫേർട്ട് എന്നുള്ള പേരിൽ കൊയർ ഫെഡും നമുക്ക് കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ള ചകിരിയും ചകിരിച്ചോറും അവരുടെ ഉപ ഉൽപ്പന്നങ്ങളാക്കിയിട്ട് അവരുടെ ഔട്ട്ലെറ്റുകളിൽ വളരെ കുറഞ്ഞ നിരക്കിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്മസ്, ഓണം, ബക്രീദ്, പൂരം പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ സീസണിൽ അവർ റിബേറ്റിലും ഇത് അവൈലബിളാണ്. 10 കിലോന് ഏകദേശം 200 രൂപയുടെ അടുത്താണ് ഇതിന് അവർ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചകിരി അല്ലെങ്കിൽ ചകിരിച്ചോറ് നേരിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെ കമ്പോസ്റ്റ് ചെയ്തത് വാങ്ങി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ചെടികൾക്ക് കുറച്ചും കൂടി സേഫായിട്ടുള്ള മാധ്യമം. ഇനി നമ്മൾ ചകിരിയുടെ ബ്ലോക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് 3-4 ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് അതിലത്തെ കറ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതായത് വെള്ളത്തിലിട്ട് 1-2 ദിവസം കഴിയുമ്പോൾ ആ വെള്ളം മാറ്റി വീണ്ടും വേറെ വെള്ളം വെച്ച് ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ വെള്ളം മാറ്റി. അപ്പോൾ അതിൽ ഈ കറ ഇളകി വരുമ്പോൾ ഒരു ബ്രൗണിഷ് കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
മാക്സിമം ആ ഒരു കറ നമ്മൾ കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം വേണം നമ്മളത് പോട്ടി മിക്സിലേക്ക് ഉപയോഗിക്കാനായിട്ട്. കമ്പോസ്റ്റ് ഏത് തരം ആയിക്കോട്ടെ, വെർമി കമ്പോസ്റ്റ് ആയാലും നമ്മുടെ ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് ആയാലും മറ്റുള്ള ജനറൽ കമ്പോസ്റ്റ് ആയാലും എന്ത് കമ്പോസ്റ്റ് ആയാലും പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതാകുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോട്ടി മിക്സാണ് നമ്മുടെ ചെടികളുടെ ബേസ് അല്ലെങ്കിൽ തുടക്കം നന്നായാലല്ലേ ഒടുക്കം നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും തുടക്കം നന്നാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.